സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റെതായാലും 3 മണ്ഡലത്തിലെയും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എൻ്റെ ഭാഗത്തുനിന്നില്ല. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ BJPയുടെ മണ്ഡലം പ്രസിഡന്റായിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. രഘുനാഥിൻ്റെ ബൂത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൂത്തിൽ, എൻ്റെ ബൂത്തിൽ 822 വോട്ട് പോൾ ചെയ്തപ്പോൾ 666 വോട്ട് എൻ്റെ പാർട്ടിക്കാണ്. രഘുനാഥിന് പറ്റുമോ? അയാളുടെ ബൂത്തിൽ രഘുനാഥിന് പറ്റുമോ? അയാളുടെ ഉത്തരവാദിത്വമല്ലേ ഇത് ചലിപ്പിക്കേണ്ടത്. അയാൾക്ക് അത് പറ്റിയില്ലെങ്കിൽ അയാൾ സ്ഥാനം രാജിവെക്കണം. VD സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോവും. പാലക്കാട് എല്ലാം BJP സംസ്ഥാന പ്രസിഡന്റാണ്. എനിക്ക് കണ്ടകശനിയാണ്, എന്നെയും കൊണ്ടേ കണ്ടകശനി പോവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേറൊരു പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണ പറയാറുള്ള ആളല്ല. അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ എന്നെയല്ല അദ്ദേഹത്തെയും BJP ആണ് ബാധിച്ചിരിക്കുന്നതെന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ്. ഏറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ കാവിക്യാമ്പിൽ ആകെ അമർഷം പുകയിലാണ്. വേണമെങ്കിൽ രാജിവെച്ചേക്കാം എന്ന സുരേന്ദ്രന്റെ ആവശ്യത്തോടെ രാജി വേണ്ട എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. രൂക്ഷമായ പരസ്യവിമർശനവുമായി രംഗത്ത് വരുന്നത് ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ മാത്രമല്ല, BJP ഭരിക്കുന്ന നഗരസഭാ അധ്യക്ഷ കൂടിയാണ്. പാലക്കാട്ടെ വമ്പൻ പരാജയത്തിൽ ആക്രമണം കടുക്കുമ്പോൾ കെ സുരേന്ദ്രൻ നിക്കണോ പോണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ഷാബു പ്രസാദ്, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ നിതിൻ കണിച്ചേരി എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ഷാബുലേക്ക് പോകുന്നു. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ BJPയെ പറ്റി നേരത്തെ KJP എന്നൊരു വിമർശനം കേൾക്കുന്നുണ്ടായിരുന്നു. അത് പറയുന്നത് ജിൻഡോയുടെ പാർട്ടിക്കാരോ നിതിൻ്റെ പാർട്ടിക്കാരോ അല്ല, BJP തന്നെ ഇൻസൈഡേഴ്സ് പറയുന്ന ഒരു ആക്ഷേപമാണ്. അതിപ്പോൾ KJP മാറി പാലക്കാട് ജനതാ പാർട്ടി PJP ആയോ എന്നൊരു വിമർശനം ഞാൻ കണ്ടു. പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറയുകയാണ്, കുമ്മനം രാജശേഖരൻ കൊടുത്ത 3 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൊടുത്തു. 2 പേരും തയ്യാറായില്ല. കൃഷ്ണകുമാറും തയ്യാറായതേയില്ല. അവസാനം വരെ എന്നെ ഒന്ന് ഒഴിവാക്കുമോ എന്ന് പറഞ്ഞ് നടക്കായിരുന്നു അത്ര കൃഷ്ണകുമാർ. പിന്നെ നിർബന്ധിച്ച് കഷ്ടപ്പെടുകൊണ്ട് നിർത്തിയാണെന്നാണ് പറയുന്നത്. ഷാബു, ഈ A+ എന്ന് BJP ആവർത്തിച്ച് പറയുന്ന മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കാനും മാത്രം ദരിദ്രമാണോ ഭാരതീയ ജനതാ പാർട്ടി? ഷാബു, അല്ല, ഇപ്പം BJPക്കുള്ളിൽ പലയിടത്തും പല A+ മണ്ഡലങ്ങളിലും എല്ലാം പലപ്പോഴും സ്ഥാനാർത്ഥികളെ ഓടിച്ചിട്ട് പിടിക്കേണ്ട അവസ്ഥയുണ്ട്. ഇവിടെ പണ്ട് ഈ അദ്വാനിയും വാജ്പേയിയും തമ്മിൽ അതിഭയങ്കരമായൊരു തർക്കമുണ്ടായിരുന്നു പ്രധാനമന്ത്രി പദത്തെപ്പറ്റി. എന്തായിരുന്നു പറഞ്ഞാൽ, അദ്വാനി പ്രധാനമന്ത്രിയാണമെന്ന് വാജ്പേയിയും വാജ്പേയി പ്രധാനമന്ത്രിയാകണമെന്ന് അദ്വാനിയും ഇവർ തമ്മിൽ വളരെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ BJPക്കകത്തും സംഘപരിവാറിൻ്റെ അകത്തും ഉണ്ട്. ഹാഷ്മി, അല്ല തോറ്റുപോകുന്ന പേടിച്ചിട്ടല്ല. ഏതാ? അല്ല തോറ്റുപോകുന്ന പേടിച്ചിട്ടല്ല. അല്ല, ഈ ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ എന്നാണിപ്പോൾ BJP ജയിച്ചിട്ടുള്ളത്? അത് നിങ്ങൾ പറ. ആകെ 2 തവണയാണ് കേരളത്തിൽ BJP വിജയിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നേമത്തേക്കും കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്നും. ഈ 2 തവണ ഒഴിച്ച് കേരളത്തിൽ BJP തോറ്റിട്ടേ ഉള്ളൂ. ഈ അടുത്ത കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലാണ് കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചത്. കേരളത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് മെമ്പറെ കിട്ടിയത് എത്ര തോൽവികൾ കഴിഞ്ഞിട്ടാണ്? BJPയെ പോലെ തോറ്റിട്ടുള്ള വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ടോ ഈ കേരളത്തിലും ഈ രാജ്യത്തും? ഭയപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനം അല്ല. ശരി, ഷാപ്രസാദ്, ഇവിടെ ഇന്നിപ്പോൾ കാണുന്ന അടികലശം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോന്ന് പറയുന്നു. ശിവരാജൻ വന്ന് ഈ രഘുനാഥൻ്റെ അയാളുടെ ബൂത്തിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത AC റൂമിനകത്തിരിക്കുന്ന ആളാണെന്ന് പറയുന്നു. കൃഷ്ണകുമാറിനെ പറ്റി, സ്ഥാനാർത്ഥിയെ പറ്റി ആക്ഷേപം പറയുന്നത് BJPയുടെ ഉന്നത നേതാവാണ് കേട്ടോ. അവിടെ ഭരിക്കുന്ന നഗരസഭാ അധ്യക്ഷ പറയുകയാണ്, ഈ സ്ഥാനാർത്ഥി വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇയാളെ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥിയാക്കുന്ന ആൾക്കാർ ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് കേട്ടു എന്ന് പറയുകയാണ്. ഈ അടിപൊട്ടൽ അത് പാലക്കാട്ടെ ക്ലീനിങ് പ്രോസസ്സായി കാണണോ,
അതോ പണ്ടത്തെ ഇവിടുത്തെ കോൺഗ്രസിനേക്കാൾ ഗ്രൂപ്പിസം ശക്തമായ BJP-യിൽ നാളെ നേതൃയോഗം തുടങ്ങാനിരിക്കുകയാണ്? പാർട്ടി പിടിക്കാനുള്ള നീക്കങ്ങളെ, കുൽസിത നീക്കങ്ങളെ കാണണോ ശ്രീ ഷാബു? ഇല്ല, ഇപ്പം ഏറെ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു പാലക്കാട്. ജയിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിലും ആ ഒരു ആത്മവിശ്വാസത്തിലും തന്നെയായിരുന്നു പൊതുവെ BJP ആ പാർട്ടിയിലെ അംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നത്. അതിന് വിപരീതമായി അവിടെ ഒരു തോൽവി, വെറും തോൽവിയല്ല, കനത്ത തോൽവി തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചപ്പോൾ ആ ഉണ്ടായ ഒരു വൈകാരികമായ ആ ഒരു ഒരു ഔട്ട്ബസ്റ്റ് എന്ന് മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. അത്രമാത്രം വിഷമമുണ്ട് അവരുടെ ഉള്ളിലെ ആ വിഷമവും വേദനയുമാണ് ഇങ്ങനെ ഈ പല രൂപത്തിലൊക്കെ പുറത്തു വരുന്നത്. ഞാനതിനെ അങ്ങനെ, അല്ലാതെ ഇതൊരു പാർട്ടിക്കുള്ളിലെ ഒരു കൊട്ടാര വിപ്ലവമാണെന്നോ ഒരു പൊട്ടിത്തെറിയാണെന്നോ ഇതോടുകൂടി BJP തകർന്ന് തരിപ്പണമായി പോകുന്നോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ BJP-യുടെ അടിസ്ഥാന വോട്ടുകൾ, BJP-യുടെ ബേസ് വോട്ടുകൾ എന്ന് പറയുന്നത് 40,000-ഓളമാണുള്ളത്. ആ വോട്ട് BJP-ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ശ്രീധരൻ സാറിന് കിട്ടിയ 50,000-ത്തിലധികം എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് ബേസ് വോട്ട് കിട്ടുന്ന മണ്ഡലമല്ലല്ലോ. ഇപ്പൊ സ്ഥാനാർത്ഥി തന്നെ കൃഷ്ണകുമാർ തന്നെ പറയുകയാണ്, ഈ പറഞ്ഞ ഈ ശ്രീധരൻ വലിയ മഹാനുഭാവനാണ്, അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എനിക്ക് കിട്ടില്ല, ഞാൻ ബേസ് വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ബേസ് വോട്ട് പിടിക്കാനും മാത്രം ഒരു ദുർബല സ്ഥാനാർത്ഥി മാത്രമായിരുന്നു ഞാൻ എന്ന് സി കൃഷ്ണകുമാർ തന്നെ പറയലാണ്. അപ്പൊ സ്ഥാനാർത്ഥി നിർണയം പാളിയതാണോ പാലക്കാട്ടെ പരാജയത്തിന്? സാധാരണ പരാജയമാണോ പുതിയ പരാജയത്തിന് കാരണം? ഷാബു, ചില കാര്യങ്ങളിൽ അവിടെ പാളിയിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയമാണോ, ഇനി തന്ത്രങ്ങളാണോ, പ്രവർത്തനങ്ങളിലെ പ്രശ്നമാണോ, ഏകോപനത്തിലെ പ്രശ്നമാണോ, ഇതൊക്കെ പാർട്ടി വിലയിരുത്തട്ടെ. എന്തായാലും അവിടെ പല BJP-യുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ BJP-യുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി, അത് പാളി. അതെവിടെയാണ് പിഴവ് പറ്റിയത്, എവിടെയൊക്കെയോ പിഴവ് പറ്റിയിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണിത്. അത് പാർട്ടിക്കുള്ളിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. അങ്ങനെ ചിലരത് തുറന്നു പറഞ്ഞെന്ന് വരും എന്നുള്ളതല്ലാതെ ഇവരെ ഇപ്പം പ്രമീള ശശിധരനായാലും ശിവരാജേട്ടനായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കമ്മിറ്റഡായിട്ടുള്ള അത്രയോ കാലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരുടെ ആ ഒരു പ്രയത്നത്തിന് ഫലം കാണാതെ വന്നപ്പോൾ അതിന് വിപരീതമായി സംഭവിച്ചപ്പോൾ ഉണ്ടായ ആ വേദന അവർ പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ബേസ് വോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം ഇനി ഹാഷ്മിയുടെ മറ്റൊരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, 2 കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. എനിക്ക് സമയം തരണം. ഒന്ന്, BJP ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത സ്ഥലമാണ് ഈ പാലക്കാട്. ഇന്ന് വരെ BJP വിജയിച്ചിട്ടില്ല. അങ്ങനെ ഇന്ന് വരെ BJP വിജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിൽ BJP വിജയിക്കാത്തതിൻ്റെയും വോട്ട് കുറഞ്ഞതിനെയുമാണ് നിങ്ങളൊരു BJP തകർന്നടിഞ്ഞു എന്നുള്ള മട്ടിൽ ഈ പറയുന്നത്. എന്നാൽ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ പാലക്കാട് മണ്ഡലത്തിൽ എത്രയോ തവണ ആവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് CPM, ഇടതുപക്ഷം. 2006, 2011 അവിടെ CPM അല്ലേ വിജയിച്ചത്. അങ്ങനെ CPM പലതവണ കൂടുതൽ തവണ വിജയിച്ചത് UDF ആണ്, കോൺഗ്രസ് ആണ്, സമ്മതിക്കുന്നു. എങ്കിലും പലതവണ അവിടെ വിജയിച്ച കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി തുടർച്ചയായി 3-ാം സ്ഥാനത്തേക്ക് പോയി. അവരുടെ വോട്ട് നിതിനോട് തന്നെ ചോദിക്കാം. പക്ഷേ ഈ സാർ BJP-ക്കകത്ത് താങ്കൾ പറയുന്ന ഒരു പരാജയം ഉണ്ടാകും. പക്ഷേ പരാജയത്തിന് ശേഷം ഇത് സാർ പരസ്യ വിമർശനങ്ങൾ എത്രയാണെന്ന് വരുന്നത്. ഇപ്പോൾ ശിവരാജൻ മുതിർന്ന നേതാവ് പറയുന്ന അങ്ങേയറ്റം സ്ഥാനാർത്ഥിയെ പറ്റി, സ്ഥാനാർത്ഥിയുടെ ആസ്തികളെ പറ്റി അങ്ങേയറ്റം പറയുകയാണ്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടായിരിക്കാം അത് പറയുന്നതെന്ന് സ്ഥാനാർത്ഥി പറയുന്നു. അയാൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരണ്ട എന്ന് ശിവരാജൻ മറുപടി പറയുന്നു. ഈ സ്ഥാനാർത്ഥി മാറ്റണമെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞാണ് നഗരസഭാ അധ്യക്ഷ തന്നെ പറയുന്നുണ്ട്. ബി ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥി നിർണയവും നഗരസഭയിലെ പ്രശ്നങ്ങളും തോൽക്കാൻ കാരണമായെന്ന് ബി ഗോപാലകൃഷ്ണൻ പറയുന്നു. വി മുരളീധരനോട് ചോദിക്കുമ്പോൾ അതുമായി കെ സുരേന്ദ്രനോട് ചോദിക്കാൻ പറയുന്നു. അത് സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ പറയുന്നത് എന്താണ്, വി മുരളീധരൻ പണ്ട് സംസ്ഥാന അധ്യക്ഷനായപ്പോൾ പുറത്ത് കിട്ടിയത് 2000 വോട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. നോക്കൂ ശ്രീ ഷാബു, ഒറ്റ ദിവസം കൊണ്ടുണ്ടായ പ്രതികരണങ്ങളുടെ ആധിക്യം നോക്കൂ. അപ്പോൾ അത്രയും അമർഷവും ഈ പറയുന്ന പാർട്ടിക്കുള്ളിലെ കലാപങ്ങളും പൊട്ടിത്തകർന്ന് പുറത്തേക്ക് വരികയല്ലേ? ഹാഷ്മി, ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷിച്ച വിജയം കിട്ടാതിരുന്നപ്പോൾ അവർ ഏറെ പ്രതീക്ഷിച്ച വിജയം, അത് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ആ വിജയം കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളാണിതൊക്കെ. ഈ പ്രതികരണങ്ങളൊക്കെ എത്രത്തോളം വേണ്ടിയിരുന്നോ, എങ്ങനെ വേണ്ടിയിരുന്നു എന്നൊക്കെ അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രതികരിക്കുന്നതിൽ ഒരാളും മിണ്ടിപ്പോകരുത്, മാധ്യമങ്ങളോട് മിണ്ടിപ്പോകരുത് എന്ന ആ ഒരു സുഗ്രീവാജ്ഞയൊന്നും BJP നേതൃത്വം കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അവർ പ്രതികരിച്ചു. അതേസമയം ആരും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല എന്ന ഒരു സർക്കുലറോ കാര്യങ്ങളോ പോയിരുന്നെങ്കിൽ അവർ പ്രതികരിക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെ പോയിട്ടില്ലാത്തത് കൊണ്ട് അവർ പ്രതികരിച്ചു. ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ
BJP ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിൽ BJP തോറ്റതിനെ പറ്റി ഈ ഇത്രയധികം കൂലങ്കഷമായി ചർച്ച ചെയ്യുന്ന നിങ്ങൾ, ഈ കേരളത്തിലെ മാധ്യമങ്ങൾ, രാഷ്ട്രീയക്കാർ, പതിറ്റാണ്ടുകൾ അടക്കി ഭരിച്ച മഹാരാഷ്ട്രയിൽ അവർ അനിൽ സ്പ്രേ പോലെയായി പോയത്, അതും 6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായ ഒരവസ്ഥയിൽ നിന്ന് ഒന്നുമല്ലാതായി പോയൊരവസ്ഥയെപ്പറ്റി നിങ്ങൾക്കൊന്നും മിണ്ടാനില്ലേ? ഇതുവരെ കേരളത്തിലെ ഒരൊറ്റ മാധ്യമങ്ങൾ പോലും മിണ്ടിയിട്ടില്ല. മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഒക്കെ ചർച്ചയുണ്ട്. ശരി, ഞാൻ നമ്മുടെ വിഷയമൊന്നുമല്ലോ. അത്ഭുതമൊന്നുമില്ല. മഹാരാഷ്ട്രയെ പാലക്കാട് വെച്ച് മറയ്ക്കാനുള്ള ആ ഒരു ശ്രമമാണ്. ഓക്കെ, ശരി, ഓക്കെ. മഹാരാഷ്ട്ര ജാർഖണ്ഡും ഒക്കെ ചർച്ചയുണ്ട്, അത് തർക്കം വരുന്നില്ല. ജിൻഡോ ഇവിടെ BJP ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് അധ്വാനിച്ചു. ഈ പറഞ്ഞ ഞാനിപ്പോൾ ഈ നിതിൻ്റെ ഒക്കെ അധ്വാനം ഞാൻ കണ്ടതാണ്. രാവിലെ മുതൽ CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാവിലെ മുതൽ രാത്രി വരെ കഠിനാധ്വാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ അഭിവാദ്യങ്ങൾ, എല്ലാവർക്കും. ജിൻഡോ, അപ്പോൾ അങ്ങനെ ഒരുപാട് അധ്വാനിച്ചൊരു തെരഞ്ഞെടുപ്പിൽ തോൽവി മാത്രമല്ല, അവരുടെ ശക്തിദുർഗങ്ങളിൽ പോലും കനത്താകാതെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരിക ഔട്ട്ബസ്റ്റായി കാണണോ? അതിനെ മറുപടി പറയൂ. അതിനോടൊപ്പം ചേർന്ന് അല്പസമയം മുൻപ് MP ഗോവിന്ദൻ പറയുകയാണ്, നാണം കെട്ട നിലയിലുണ്ടാക്കിയ ഭൂരിപക്ഷമാണിതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും UDF മനസ്സിലാക്കണം. അതിനോട് മറുപടി ജിൻഡോ. അല്ല അശ്മി, ഇതിൽ നാണം കെട്ട വിജയമാണോ എന്ന് പാലക്കാടത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവരുള്ള തീരുമാനിച്ചേ. നാണം കെട്ട പ്രചരണ പരിപാടികൾ ഓരോന്നായിട്ട് നടത്തിയിട്ട് എന്തൊക്കെയായിരുന്നു? ഇവിടെ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നു. കോൺഗ്രസിനകത്ത് മുഴുവൻ പൊട്ടിത്തെറിയാണെന്ന് പറഞ്ഞു, എന്തൊക്കെ പ്രശ്നം പറഞ്ഞു. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടി തെരയാൻ പോയി. അതിനുശേഷം അവർ കോൺഗ്രസും UDFും സ്പിരിറ്റ് ഒഴുക്കുകയാണെന്ന് എക്സൈസ് മന്ത്രി തന്നെ പറയുന്നു. കള്ളപ്പണം കടത്തിയെന്ന് പറയുന്നു. എന്തൊക്കെ. അവസാനം 2 പത്രങ്ങളിൽ പ്രത്യേകിച്ച് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പത്രപരസ്യം കൊടുക്കുന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയല്ലോ സംസ്ഥാന സർക്കാരിന് പ്രതിനിധീകരിക്കുന്ന പാർട്ടി CPM. അവസാനം ജനങ്ങൾ എന്താ തീരുമാനിച്ചത്? ഇവിടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് CPM പരിശോധിക്കണം. CPM പരിശോധിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. അവരെ തൃപ്തിപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോഴും MP ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ മൗഢ്യത്തിൽ തന്നെ അവർ തുടരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഞങ്ങളുടെ പണിയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും നിരന്തരമായിട്ട് സമരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉയർത്തിയ ഓരോ മുദ്രാവാക്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ഉയർത്തിവിട്ടു. ഇവിടെ തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും സമാനമായ പരാമർശമാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞു, SNDPക്കാർ ഈഴവർ CPMൽ നകന്നു, ഭൂരിപക്ഷ സമുദായങ്ങൾ BJPയിലേക്ക് ചേർന്നു, ന്യൂനപക്ഷങ്ങൾ UDFന് അനുകൂലമായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന്. ഞാൻ ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ ആ തോൽപ്പിച്ച മനുഷ്യരെ, ഇവിടുത്തെ വോട്ട് ചെയ്ത വോട്ടർമാരുടെ ജാതിയും മതവും അവരുടെ സാമുദായിക മറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അവരെ എങ്ങനെ വീതിക്കാനായിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നുന്നത്? അതെന്ത് രാഷ്ട്രീയ ബോധ്യമാണ്? CPM വലിയ പുരോഗമനവാദം പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? അവരുടെ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് UDF ജയിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ചേലക്കരയിൽ LDF ജയിച്ചത് എങ്ങനെയാണ്? അതുകൂടി പറയണ്ടേ? ഇപ്പോൾ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് തീ കോരിയിട്ടിട്ട് അതിലൊരു ചർച്ച നടത്താത്ത സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ മോർച്ചയെ പോലുള്ള ആളുകൾക്ക് ചേലക്കര മണ്ഡലത്തിൽ നോട്ടീസ് അടിച്ച് അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ മാത്രം കയറി വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കാണാതെ നിന്ന സർക്കാരാണ് LDF സർക്കാർ അല്ലേ? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവിടെ എന്താ സംഭവിച്ചത്? BJPയുടെ വോട്ട് വർദ്ധിക്കുന്നു 10,000-ഓളം, UDFൻ്റെ വോട്ട് വർദ്ധിക്കുന്നു, LDFൻ്റെ 10,27,000 വോട്ട് കുറയുന്നു. അങ്ങനെ ഇതെല്ലാം താൽക്കാലിക ജയത്തിന് വേണ്ടിയിട്ട് CPM ഇത് ശ്രമിക്കുമ്പോൾ അവർ സിറാജിലും സുപ്രഭാതത്തിലും കൊടുത്ത പരസ്യത്തിന് അവർ പറഞ്ഞ ന്യായം എന്താ? ഏറ്റവും വിലക്കുറവിൽ പരസ്യം നടത്താൻ പറ്റുമെന്ന്. ദേശാഭിമാനി പത്രം ഇവരുടെ കയ്യിലിരിക്കുകയല്ലേ, 1 പൈസ പോലും കൊടുക്കണ്ടല്ലോ, ഇവരുടെ പാർട്ടിയുടെ പത്രമല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അതിൽ കൊടുക്കാതിരുന്ന്? സ്വന്തം സഖാക്കന്മാർ പോലും വിശ്വസിക്കാത്ത ഒരു ആരോപണം 2 പത്രങ്ങളിൽ കൊടുത്തത് കൊണ്ട് UDFന് ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ്. ഇവർ എന്തിൻ്റെ പേരിലാണ് UDFൻ്റെ വിജയത്തെ ഇകഴ്ത്തി കാണിക്കാൻ നോക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും UDF നേതാക്കന്മാരും പറഞ്ഞില്ലേ, ഇത് സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന സർക്കാരുകളുടെ വിലയിരുത്തലായിരിക്കും. അതിനോടൊപ്പം ഈ സംസ്ഥാനത്ത് നിരന്തര സമരം ചെയ്യുന്ന ജനപക്ഷ നിലപാടെടുക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങൾക്കുള്ള വിലയിരുത്തൽ കൂടിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ജനവിധിയാണ് കിട്ടിയിട്ടുള്ളത്. അത് തോറ്റു എങ്കിലും ജയിച്ചതിന് തുല്യമായിട്ടുള്ള തോൽവി കിട്ടിയ ചേലക്കരയിലടക്കം ഞാൻ നമ്മുടെ വിഷയം അതല്ലെങ്കിൽ കൂടിയും ഞാൻ ആളോടായി ഇപ്പോൾ MP ഗോവിന്ദൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു എന്നുള്ളൂ, BJPയിലെ പൊട്ടിത്തെറിയെ കുറിച്ചുകൂടി കോൺഗ്രസ് പറയൂ.
അല്ല, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യം അതുകൊണ്ട് മാത്രം പറഞ്ഞാൽ BJP-യിലെ പൊട്ടിത്തെറിയിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ഹാഷ്മി. BJP-ക്ക് കേരളത്തിൽ ഒറ്റ ടൂളേ ഉള്ളൂ. അവർക്ക് വർഗീയ ധ്രുവീകരണം എന്നുള്ളൊരു ഒറ്റ ടൂൾ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അത് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും? ഭൂരിപക്ഷ സമുദായങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ന്യൂനപക്ഷങ്ങൾ ആയുധമെടുത്ത് പോരാടിയത് കൊണ്ടല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അത്തരത്തിലുള്ള പോരാട്ടത്തിന് പിന്തുണ കൊടുത്തത് കൊണ്ടും അല്ല ആരും. പക്ഷേ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങളാണ്, ഭൂരിപക്ഷ മതവിശ്വാസികളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് പാലക്കാടുണ്ടായി. എത്ര കാലം BJP വർഗീയതയുടെ വിഷവിത്ത് വിതച്ചുകൊണ്ട് അതിൻ്റെ വിളവെടുത്തുകൊണ്ട് ജയിക്കാൻ പറ്റും? അവരുടെ A ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആളില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത്ര വലിയ കൂട്ട ഇടിയാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്. മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് വയ്ക്കുന്നത്? അത് ഏതോ മാനസിക രോഗിയെ കത്തിച്ചു എന്നുള്ള ആക്ഷേപം വരുന്നത് മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ? നമ്മളുടെയൊക്കെ അറിവിൽ മാധ്യമങ്ങൾ, താങ്കളൊരു മാധ്യമ പ്രവർത്തനം കൂടിയല്ലേ, എത്രയോ നേതാക്കന്മാരോട് മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. BJP-യുടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ തന്നെ ഫസ്റ്റ് നിൽക്കുന്ന മണ്ഡലമല്ലേ പാലക്കാട്. അവർ മുനിസിപ്പാലിറ്റി 2 ടൈമായിട്ട് ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ വലിയ അഭിമാനം കൊള്ളുന്ന ഒരു മണ്ഡലത്തിൽ സൊസൈറ്റി തൊട്ട് പാർലമെന്റ് സ്ഥാനാർത്ഥിത്വം വരെ കൊടുക്കുന്ന കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ച് തോറ്റതിന് ശേഷം അവർ പറയുകയാണ് മത്സരിക്കാൻ ആളുണ്ടായില്ല, ഞങ്ങൾ നിർബന്ധിച്ചതാണ്. പരസ്പരം അങ്ങോട്ട് തള്ളി പുകഴ്ത്തി കൊടുക്കുക. നമ്മൾ കാണുന്നില്ലേ കാഴ്ചയൊക്കെ? താങ്കൾ പറയുന്നത് കെ സുരേന്ദ്രൻ മാറുന്നതും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഒന്നുമല്ല, അവിടുത്തെ നറേറ്റീവായിരുന്നു പ്രശ്നം. ഞാൻ അങ്ങനെ ഷാബുലേക്ക് മറുപടിയും തേടാം. ശ്രീ നിതിൻ കണിച്ചേരി, ഇവിടെ ഇപ്പോൾ നിങ്ങളും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യമായ വോട്ട് വർധന ഉണ്ടാവാതിരുന്നെന്ന് കാര്യമായി തന്നെ പഠിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും പാർട്ടിക്കകത്ത് വിമർശനങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. അതൊരു പക്ഷേ പുറത്തേക്ക് വന്നു വരില്ല. BJP-യിൽ അവർ അത് പരസ്യമായി പുറത്തു പറയുന്നു എന്നതിനപ്പുറം ആ പൊട്ടിത്തെറി നിങ്ങൾ കാണുന്നുണ്ടോ ശ്രീ നിതിൻ കണിച്ചേരി? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഓരോ തിരഞ്ഞെടുപ്പും ഞങ്ങളെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ സമരമാണ്. ആ തിരഞ്ഞെടുപ്പിലെ അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും ശരിയായി തന്നെ വിലയിരുത്തും. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ നന്നായി എങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത്, കൂടുതൽ നന്നായി ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം, ഇതെല്ലാം തീർച്ചയായും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കൊരു അനുഭവം തന്നെയാണ്. ആ അനുഭവത്തെ ഞങ്ങൾ അതേ രൂപത്തിൽ തന്നെ വിലമതിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ BJP-ക്കകത്ത് നമ്മൾ മറ്റൊരു പാർട്ടിയിലുണ്ടായ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമ്മൾ അഭിപ്രായം പറയുന്നൊരു ശരിയല്ല എന്ന ബോധ്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ പാലക്കാട്ടെ BJP-യിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും തുടക്കം മുതൽ പാലക്കാട്ടെ BJP-യുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇവിടെ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ രൂപം നിന്നിരുന്നു. BJP-യുടെ ആദ്യ യോഗങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന സമയത്ത് അതിൽ കൗൺസിലർമാരെല്ലാം വിട്ടുനിൽക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പല നേതാക്കളും പ്രചരണ രംഗത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രഹസ്യമായിട്ടാണെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കുന്ന സ്ഥിതിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ രാഷ്ട്രീയമായിട്ട് നമ്മളൊരു കാര്യം കാണേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇന്ന് BJP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗവും BJP-ക്ക് ഏറ്റവും ദുർബലമായി BJP ഉണ്ടായിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ BJP-ആയി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം നിന്ന് BJP-ക്കൊന്നും പാലക്കാട് നഗരത്തിൽ 1-2 ആളുകൾ മാത്രമായി നടക്കുന്ന സമയത്ത് BJP നേതാവായി അല്ലെങ്കിൽ പ്രവർത്തനം സംഘടിപ്പിച്ചു വന്ന ആളാണ് ശിവരാജൻ പോലെയുള്ള, ശ്രീ ശിവരാജനെ പോലെയുള്ള ആളുകൾ. അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ള ആരോപണം ഒരു ചെറിയ ആരോപണമല്ല. പാലക്കാട്ടെ പുതിയ BJP നേതൃത്വത്തിലുള്ള ആളുകളുടെ ആസ്തി പരിശോധിക്കണം, സ്ഥാനാർത്ഥിയുടേത് മാത്രമായി അത് പരിമിതപ്പെടുത്തണമെന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ കേരളത്തിനകത്ത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും ഒക്കെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എങ്ങനെയാണ് ചില സാമ്പത്തികമായിട്ടൊക്കെ തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് എന്നും ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അവർ കൈവരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഇതിനോടകം കേരളത്തിൽ നിരവധി തവണ ചർച്ച നടന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുമെല്ലാം ഇത്തരം ചില താല്പര്യങ്ങൾക്കാണ് എന്ന് BJP-യുടെ നേതാക്കൾക്കെതിരായി BJP-യുടെ തന്നെ ദേശീയ നിർവാഹക സമിതി അംഗം, അദ്ദേഹം ഒരു ചെറിയ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെയെല്ലാം BJP നേതൃത്വവും കേരളത്തിലെ സമൂഹവും കുറെ കൂടി ഗൗരവത്തിൽ കേരളത്തിൻ്റെ സമൂഹം അത് ചർച്ച ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ പാലക്കാട്ടൊരു പ്രത്യേകത, പാലക്കാട് BJP-ക്ക് നഗരസഭ, കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭയിൽ ഭരണമുണ്ടാക്കാൻ കഴിഞ്ഞതാണ് പാലക്കാട്. മാത്രമല്ല പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഹാഷ്മിയും ഇവിടെ വന്നിട്ടുള്ളപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയധികം BJP-ക്ക് ആധിപത്യമുള്ള ചില പ്രദേശങ്ങൾ, നഗരത്തിലാകെയല്ല ഞാൻ പറയുന്നത്, ചില പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് വടക്കന്തറ, മൂത്താന്തറ, കറുകൂടി ചിറങ്ങിയിട്ടുള്ള ചില പ്രദേശങ്ങളിലൊക്കെ BJP-ക്കുള്ളൊരു ആധിപത്യമുണ്ട്. അതൊരു സംഘപരിവാറിൻ്റെ ആധിപത്യമാണ്. അപ്പോൾ ആ കേന്ദ്രങ്ങളെല്ലാം BJP-ക്ക് അങ്ങനെ വോട്ട് കുറഞ്ഞിട്ട് ഒന്നുമില്ല എന്നുള്ളത് ശ്രീ ജിൻഡോ ജോണും ഒക്കെ അത് പരിശോധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. BJP-ക്കുള്ള വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. BJP
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടാക്കിയത് മെട്രോമാൻ ഇ ശ്രീധരനെ പോലെയുള്ള നാട് മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ടെക്നോക്രാറ്റിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരിക വഴി അവർക്ക് മത്സരത്തിൽ കുറെ കൂടി ഒരു നല്ല പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, ജയിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, 2016 എന്തായിരുന്നോ വോട്ടിംഗ് നില, ഏതാണ്ട് അതിന് സമാനമായ നിലയിലാണ് പാലക്കാട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നില വന്നിട്ടുള്ളത്. ശ്രീ ഷാഫി പറമ്പിൽ രണ്ടാമത് മത്സരിക്കുമ്പോൾ 2011 അദ്ദേഹം ജയിച്ച് 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടാണ് ഈ 57,000 സംതിങ് പ്ലസ് എന്ന് പറയുന്ന വോട്ട്. ആ വോട്ടാണ് ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനും പാലക്കാട് മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത്. അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രനായിരുന്നു. അവർക്ക് ഏതാണ്ട് 40,000 വോട്ടുകളാണ് കിട്ടിയത്. ആ 40,000 വോട്ടിനടുത്ത് ഇപ്പോഴും BJP 39,000 വോട്ടിൽ BJP നിൽക്കുന്നു. CPM-നാണെങ്കിൽ അന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ്, ദീർഘകാലം MP ഒക്കെ ആയിരുന്നു ശ്രീ NN കൃഷ്ണദാസാണ് അന്ന് മത്സരിച്ചിരുന്നത്. ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് അന്ന് കിട്ടിയത് ഈ പറയുന്ന 38,000 39,000 വോട്ടാണ് ഞങ്ങൾ കിട്ടിയത്. ആ വോട്ട് കഴിഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് ആ കണക്കുകളൊക്കെ നിങ്ങൾ പറയുകയാണ്. ആ കണക്ക് പറയണം. അതിനിടയിൽ പ്രതിപക്ഷത പറയുകയാണ് 15,000 വോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ 15,000 പുതിയ വോട്ട് ഉണ്ടായിട്ടുണ്ട്, അതിൽ CPM-ന്റെ ഒരു പങ്കുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ് പറഞ്ഞ് അല്ല ഹാഷ്മി, ഒറ്റ മിനിറ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാലക്കാട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു അപകടകരമായ സൂചന, കോൺഗ്രസ് നേടിയിട്ടുള്ള വിജയത്തെ ഞാൻ വില കുറച്ച് കാണുന്നില്ല, ആ വിജയത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ വിജയത്തിൽ SDPI പോലെയുള്ള കേരളത്തിലെ തീവ്ര അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ചില സംഘടനകളുടെ രാഷ്ട്രീയ മുഖമായി നിൽക്കുന്ന വളരെ തീവ്രവാദ സ്വഭാവമുള്ള മതമൗലികവാദികളുടെ സഹായവും വോട്ടുമുണ്ട്. അത് ഇതുവരെയും തള്ളിപ്പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. അവരുടെ ആദ്യ പ്രകടനം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ജയം ഉറപ്പായപ്പോ വോട്ടിനേക്കാൾ പ്രധാനം, ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഹാഷ്മിയൊക്കെ ഇത് കണ്ടുണ്ടാവും, പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രചരണമുണ്ട്. 1000 വോട്ട് ഉണ്ടാവുമോ? അല്ല, എത്ര ആയിക്കോട്ടെ, ചിലപ്പോൾ 1000 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതിൽ കൂടുതൽ. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, 500 ചില്ലുവാനം വോട്ടാ മേടിച്ചേ. ഇല്ലാത്ത ഒരു സംഗതി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വലുതാക്കണോ? അല്ല, വോട്ടിന്റെ എണ്ണം നോക്കിയാൽ അല്ല, ഒന്ന് ഹാഷ്മി, ഞാൻ അതാ പറഞ്ഞത്. SDPI ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ പറയുന്നത്. പാലക്കാട്ടെ പ്രധാനപ്പെട്ട എല്ലാ മസ്ജിദുകളും പള്ളികളും കേന്ദ്രീകരിച്ച് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നിതിൻ കണിച്ചേരി, SDPI പോലൊരു സംഘടന പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരാണോ പാലക്കാട്ടെ മുസ്ലിങ്ങൾ? വിതരണം ചെയ്യുന്ന SDPI പോലൊരു സംഘടന പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരാണോ പാലക്കാട്ടെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ? നിങ്ങൾ മുസ്ലിങ്ങളെ അങ്ങനെ വില കുറച്ച് കാണല്ലേ നിതിൻ? SDPI പോലൊരു സംഘടന പറയുകയാണ് ഇന്നാൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അവർക്ക് വോട്ട് ചെയ്യുമോ? ഹാഷ്മി, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെ നടത്തുന്ന സംഘത്തിനൊപ്പം പാലക്കാട്ടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോകാൻ പാടുമോ? അതാണ് എന്റെ ചോദ്യം. കൂടുതലായിക്കോട്ടെ, അങ്ങനെയുള്ള നോട്ടീസ് വിതരണം ചെയ്യുന്ന ഒരു സംഘത്തിനൊപ്പം രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസിന് ഇതുവരെ തള്ളിപ്പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. കോൺഗ്രസ് തയ്യാറാകാൻ പാടുണ്ടോ? അല്ല, ശരി, നിങ്ങൾ കണക്ക് നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ BJP അവിടെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ജിൻഡോ പറയുന്ന വക്കഫാണ്. വക്കഫും ഈ പറയുന്ന ഭൂമിയും എന്താണ് അവിടെ നൂറണിയിലും കൽപ്പാത്തിയിലും വക്കഫ് ഭൂമി ഉണ്ടെന്ന് കെ സുരേന്ദ്രൻ പച്ചക്കള്ളം പറഞ്ഞു. ഒന്നും ഉണ്ടായില്ല. ഇന്ന് ആ വിഷയം പറയുമ്പോഴേക്കും നൈസായിട്ട് ഈ കൽപ്പാത്തി നൂറണി മിണ്ടിയിട്ടില്ല കെ സുരേന്ദ്രൻ. അവിടെ ഈ പറഞ്ഞ ചക്കാന്തര മേഖലയിൽ എത്രയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം? 3500 വോട്ടാണ് ചക്കാന്തര മേഖലയിൽ ലീഡ്. ഇനി ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ ദിവസവും സന്ദീപാരുടെ പത്രപരസ്യം ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ പിരായിരിയിൽ എത്രയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ്? 7400 വോട്ടാണ് ലീഡ്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് പിരാരിയിൽ വലിയ വോട്ട് നേടിയെന്നൊരു കമ്മ്യൂണൽ നറേറ്റീവ് അന്നേ ഉണ്ടായതാണ്. ഇക്കുറി ആ നറേറ്റീവ് വിലപ്പോവില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ 7400 വോട്ടാണ് ലീഡ്. ഷാഫി പറമ്പിൽ 2021 20 വോട്ടും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠൻ 36 വോട്ടും കിട്ടിയ BJPയുടെ കൊടുങ്കോട്ടയിൽ ഒരു ബൂത്ത് എന്താണ് അവിടെ പാലക്കാട് വെസ്റ്റിലെ ഒരു ബൂത്തിൽ രാഹുലിന് കിട്ടിയ വോട്ട് എത്രയാണ്? 118 വോട്ട്. നമ്മളൊരു സമുദായത്തിൻ്റെ മേഖല തിരിച്ച് പറയുന്നത് തെറ്റാണെങ്കിലും ഇത് ആവർത്തിച്ച് പറയാണ്. ഈ സമുദായ ഭേദമെന്നേ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് പോയിട്ടുണ്ടെന്നേ നിതിൻ കണിച്ചേരി. അതാണ് ആ പറയുന്ന വലിയ ഭൂരിപക്ഷം. അതിനെ നാണം കെട്ട ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പരാജയം പോലും സമ്മതിക്കാൻ കഴിയാതെ നിൽപ്പല്ലേ നിങ്ങൾ?
അല്ല ഹാഷ്മി, ഞാനത് തുടക്കത്തിലേ പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലാത്ത ഘട്ടത്തിലാണല്ലോ 57,000 വോട്ട് ഷാഫി പറമ്പിൽ. ഞാൻ അതുകൊണ്ടല്ലേ അത് പ്രത്യേകം ഊന്നി പറഞ്ഞത്. 2016 നിങ്ങൾ ഈ പറഞ്ഞ നരേറ്റീവ് ഒന്നുമില്ലാത്ത ഘട്ടത്തിലാണല്ലോ 57,000 വോട്ട് ഷാഫി പറമ്പിലിന് കിട്ടിയത്. എങ്ങനെ കിട്ടിയതാ? അപ്പോൾ UDF വളർച്ച മേൽക്കൈയുള്ള കേരളത്തിലെ UDF ഏറ്റവും സുപ്രധാനമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്ട് മണ്ഡലം. പിന്നെ ഇതെല്ലാം ഇവർ രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ സുപ്രഭാതത്തിലും സിറാജിലും പത്രപരസ്യം കൊടുത്തതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പൊ ജിൻഡോ ജോണും ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ സിറാജിന്റെയും സുപ്രഭാതത്തിന്റെയും പത്ര നടത്തിപ്പിന്റെ മാനേജ്മെന്റിനെ തള്ളി പറയാൻ ഇവിടെ തയ്യാറുണ്ടോ? അവരൊരു വർഗീയമായി പത്രം നടത്തുന്നവരാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗക്കാർക്കിടയിൽ ഈ വർഗീയം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീ നിതിൻ ഗണച്ചേരി? ഞാൻ പറഞ്ഞ കണക്കുകൾ, ഞാൻ പറയുന്ന ഈ കണക്കുകൾ ഞാൻ ബൂത്ത് ലെവലിലെ കണക്കെടുത്ത് വിശദീകരിച്ചുണ്ടാക്കിയ കണക്കാണ്. ഈ കണക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തുണ്ടാക്കിയ കണക്കാണ്. നിതിൻ, നിങ്ങൾ ഏത് സമുദായത്തിന് ഞാൻ ഈ പറയുന്ന കണക്ക് ഞാൻ ഈ പറഞ്ഞ നറേറ്റീവ് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു വിജയത്തെ വർഗീയ വിജയമാക്കി ചിത്രീകരിക്കാൻ ആവർത്തിച്ച് ശ്രമിക്കുമ്പോൾ പാലക്കാടിൻ്റെ ടെറൈനിൽ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ സാമുദായിക മേഖലകളിൽ ഉണ്ടോ ആ എല്ലാ സാമുദായിക മേഖലകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡാണ് നിതിൻ ഗണച്ചേരി. ഇപ്പോൾ 70% മുകളിൽ എന്താണ് ഹൈന്ദവ സഹോദരന്മാരുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ SDP വിചാരിച്ചാൽ അങ്ങ് ജയിപ്പിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയെ. എന്ത് ലോജിക്കാണത്? മാത്രമല്ല 500 വോട്ടുള്ള SDP നിങ്ങൾ എന്തിനാണ് പെരുപ്പിച്ച് കാണിക്കുന്നത്? എന്തിനാണ്? നോക്കൂ, അല്ല ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞത്. 57,000 വോട്ട് കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയും ഉറപ്പ് കോൺഗ്രസിനും ജിൻഡോ ജോണിനും കോൺഗ്രസിന്റെ നേതൃത്വത്തിനും ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ തവണ ഈ തിരഞ്ഞെടുപ്പിൽ ചോദ്യങ്ങൾ ഉയർന്നു. SDP-യുമായി കോൺഗ്രസ് സഹകരിക്കുമോ? ആ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറുണ്ടോ? അതിന് ഇതുവരെയും ഒരു ശരിയായ പ്രതികരണം കോൺഗ്രസ് നടത്തിയില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, അപകടകരമായ ഒരു സൂചന. അല്ല നിതിൻ, 1000-ൽ താഴെയുള്ള SDP വോട്ട് അത്രയും രാഹുലിന് പോയെന്ന് വെക്ക്. കോൺഗ്രസിന് തയ്യാറായില്ല. ഈ പറഞ്ഞ 1000-ൽ താഴെയുള്ള SDP വോട്ട് അത്രയും രാഹുലിന് പോയെന്ന് വെക്ക്. ജമാഅത്ത് ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ടാവും? 10,500 വോട്ടുണ്ടാവും പാലക്കാട്. അതിൽ കൂടുതൽ വോട്ടുണ്ടാവോ? അത്രയും വോട്ട് രാഹുലിന് പോയെന്ന് വെക്ക്. എന്നാലും പറയാവോ ഈ നാണം കെട്ട ഭൂരിപക്ഷം എന്ന് പറയാൻ പാടുണ്ടോ? ഈ മികവും തന്നെ നിങ്ങൾ തന്നെ ചെറുതാവലല്ലേ നിതിൻ ഗണച്ചേരി? ഒരു വിജയത്തെ ഹൃദയം നിറഞ്ഞ് അംഗീകരിക്കാൻ കഴിയാത്തവരായി ഞങ്ങൾ ചുരുങ്ങില്ലേ? ഒരേ ഒരു മിനിറ്റ് ഹാഷ്മി. എന്താ ഹാഷ്മി? അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറയുന്ന അത്രയും കോൺഫിഡന്റ് കോൺഗ്രസിനുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് സമയം, ഞാൻ പറയും ഇതൊരു രാഷ്ട്രീയ നിലപാടിന്റെ കൂടി പ്രശ്നമല്ലേ? SDP-യെ കൂടെ കൂട്ടും, അല്ലെങ്കിൽ അവരുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് ചോദ്യം വരുമ്പോൾ ആ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല. അതാണ് എന്റെ ആക്ഷേപം. എത്ര വോട്ട് എന്നുള്ളതിന്റെ എണ്ണത്തിലെ കണക്കല്ല, ശക്തികളുമായി കൂട്ടുചേരുന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇത്ര വലിയ ഭൂരിപക്ഷം നേടിയത് SDP-യുടെ ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയെന്ന് ആവർത്തിച്ച് വന്ന് MV ഗോവിന്ദനും മുഖ്യമന്ത്രിയൊക്കെയാണ് പറയുന്നത്. കണക്കിന്റെ ലോജിക്ക് വേണ്ടേ? സാറേ, ജമാഅത്ത് ഇസ്ലാമിക്ക് എവിടെയാണ് കേരളത്തിലുള്ള? എവിടെയാ? കേരളത്തിൽ ആകെ അവർക്ക് 3000 അംഗങ്ങളാണ് ഉള്ളത്. SDP ഒക്കെ എവിടെയാ ഉള്ളത്? SDP പറഞ്ഞ ഏത് മുസ്ലിങ്ങളാണ് കേൾക്കുന്നേ? എന്തോ ഈ പറയുന്നത്? എത്ര അംഗങ്ങളായിക്കോട്ടെ, SDP നറേറ്റീവ് ഉണ്ടാക്കണം. കേരളത്തിലെ മുസ്ലിങ്ങളെ വിശ്വസിക്കോ? എന്തായി പറയുന്നത്? നിങ്ങൾ രാഷ്ട്രീയ ശരികേട് പറയല്ലേ? അത് ജിൻഡോയോട് ചോദിക്കാം. അത് ജിൻഡോയോട് ചോദിക്കാം. എന്തുകൊണ്ട് കോൺഗ്രസ്? അത് ഉറപ്പായി ജിൻഡോയോട് ചോദിക്കാം. പക്ഷെ നിതിൻ അതല്ലെന്നേ പ്രശ്നമതല്ല. SDP-ഐ ഒരു പ്രൊപ്പഗണ്ട പ്രചാരണം നടത്തിയാൽ അതിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പോയി മൂക്കും കുത്തി വീഴും എന്ന് നിങ്ങൾ നടത്തുന്ന പ്രചരണം വലിയ അപകടമാണ്. എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. SDP പറഞ്ഞ ആര് വോട്ട് ചെയ്യാനാണ്? ഞങ്ങൾക്കില്ല. RSS പറഞ്ഞ എത്ര ഹിന്ദുക്കൾ ഈ നാട്ടിൽ വോട്ട് ചെയ്യും? ഈ നാട് വേറൊരു നാടാണ് നിതിൻ. ഈ നാട് വേറൊരു നാടാണ്. അതെ ഹാഷ്മി ആണ്. അത് അറിയുന്നതുകൊണ്ടാണല്ലോ ഹാഷ്മി. ഞങ്ങൾ അത് അറിയുന്നത് കൊണ്ടാണല്ലോ. RSS പറഞ്ഞാൽ കേൾക്കുന്നവരല്ല കേരളത്തിലെ ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസികൾ. SDP-യോ ജമാഅത്തെ ഇസ്ലാമിയോ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് മറ്റേതെങ്കിലും സമൂഹം, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിക്കമ്മിറ്റി പറഞ്ഞാൽ കേൾക്കുന്നവരാണ് ക്രിസ്തീയ സമൂഹം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ കോൺഗ്രസ് എന്ത് കരുതുന്നു? കോൺഗ്രസ് അത്തരം ആളുകളെ, വർഗീയമായി ചേരിതിരിവിന് ശ്രമം നടത്തുന്ന ആളുകളെ കൂട്ടുപിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. അത് എത്രയോ ചെറിയ വോട്ടായിക്കോട്ടെ, 1,000 500 വോട്ടായിക്കോട്ടെ, 1000 വോട്ടായിക്കോട്ടെ, കോൺഗ്രസ് ആ നിലപാട് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ജമാഅത്ത് ഇസ്ലാം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി CPM-ഉള്ള പൂർവ്വകാല വോട്ട് വാങ്ങലിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ജിൻഡോ പെട്ടെന്ന് മറുപടി ഷാബുലേക്ക് പോകണം.
അല്ല ഹാഷ്മി, ഞാൻ അല്ല ഈ ചോദ്യം പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവുന്ന 2-ാം ദിവസം എൻ്റെ ഒരു ചർച്ചയിൽ രാഹുലിനെ ഞാൻ വിളിക്കുന്നുണ്ട്, രാഹുലിനോട് ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം. രാഹുൽ പറയുന്നത് ഞങ്ങൾക്കൊരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അന്ന് എടുത്തു ചോദിക്കുന്നു രാഹുലിനോട് SDPI വോട്ട് വേണോ രാഹുലെ? അപ്പോൾ രാഹുലിൻ്റെ മറുപടി എന്താണ്? SDPI വർഗീയവാദികളുടെ സംഘടനയല്ല എന്ന് ഹാഷ്മിക്ക് നിലപാടുണ്ടോ എന്നാണ് രാഹുൽ തിരിച്ചു ചോദിക്കുന്നത്. എന്തുകൊണ്ട് SDPIയുടെ വോട്ട് വേണ്ട എന്ന് കൃത്യമായ ക്ലാരിറ്റിയോടെ പറയാൻ നിങ്ങൾ കഴിയുന്നില്ല എന്ന ചോദ്യം പ്രസക്തമല്ലേ? അല്ല ഹാഷ്മി, ഞങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ പല ചാനലുകളിലായിട്ട് ചർച്ചയ്ക്ക് വന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, SDPI, RSS, അതുപോലെ CPM ഉൾപ്പെടെയുള്ള ഒരു വർഗീയവാദികളുടെയും തീവ്രവാദ സംഘടനകളുടെയും വോട്ട് ഞങ്ങൾക്ക് സംഘടനാപരമായി വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട്. ഞങ്ങൾ പിന്നെ അത് എല്ലാ ദിവസവും രാവിലെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്കതിൽ മാറ്റമില്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ സംഘടനകളുടെ പേര് പറഞ്ഞ് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. ഒന്നാമത്തത്. 2, ഇത്തരം സംഘടനകളിലുള്ള ആളുകൾ വ്യക്തിപരമായിട്ട് UDF ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിന് പിന്തുണയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തിപരമായിട്ടുള്ള ഒരു വോട്ടും തടയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. വോട്ട് തടയാൻ നടക്കുന്ന ഇവരാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വസീഫിനോട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫിൻ്റെ മറുപടി ഒന്ന് CPM നേതാക്കന്മാരെടുത്ത് കേട്ടാൽ മതി. 1. 2, ഈ SDPI വോട്ട് ചെയ്തിട്ട് SDPIയുടെ ക്യാമ്പയിൻ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് RSSന്റെ കോട്ടയിൽ പോലും വോട്ട് അധികം കിട്ടിയതെന്നാണ് CPM വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസം നിങ്ങളെ പുലർത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ PDP നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. നിങ്ങളുടെ P. ജയരാജന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ള മദനിയുടെ PDP ഇല്ലേ, ആ PDPയുടെ പിന്തുണ വേണ്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ? ഇത്തരം ചില സംഘടനകൾ അവർക്ക് തോന്നിയവർക്കൊക്കെ പിന്തുണ പ്രഖ്യാപിക്കും. ആ പിന്തുണ വേണമെന്നൊക്കെ പറയേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ സൗകര്യമാണ്. ഇവരൊക്കെ വിചാരിച്ച് എത്ര വോട്ട് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഓരോരുത്തർക്ക് പറയാം. അപ്പോൾ കോൺഗ്രസ് 18,000-ലധികം വോട്ടിന് BJPയെ തോൽപ്പിക്കുമ്പോൾ കരച്ചിൽ മുഴുവൻ CPM നേതാക്കന്മാർക്കാണ്. കോൺഗ്രസിന്റെ വിജയത്തെ കുറിച്ചിട്ട് ഇകഴ്ത്തി കാണിക്കാൻ BJPക്കാർ കരയുന്നത് അവരുടെ പാർട്ടിക്കകത്ത വിഷയത്തില്ല, CPMമാർ കരയുന്നത് ഇതിന്റെ പേരില്ല. ഞാൻ ചോദിക്കട്ടെ, നേമത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശിവൻകുട്ടിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച SDPIയുടെ നിലപാട് നിങ്ങൾ എന്താ അക്കാര്യത്തിൽ? അന്ന് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ശിവൻകുട്ടി ജയിച്ചപ്പോൾ അവർ ആഹ്ലാദം പങ്കിട്ടല്ലോ SDPIക്കാർ. നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു അന്ന് ആ സമയത്ത്? ഈ കോട്ടാങ്കൽ പഞ്ചായത്തിൽ SDPIയുടെ പിന്തുണയോടെ നിങ്ങൾ ഭരിക്കുന്നുണ്ടല്ലോ. വെമ്പായം പഞ്ചായത്തിൽ മഹാരാജ് കോളേജിലെ അഭിമന്യുവിനെ കുത്തിക്കൊന്ന് ക്യാമ്പസ് ഫ്രണ്ടുകാർ കുത്തിക്കൊന്ന് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്നതിന്റെ പിറ്റേന്ന് വെമ്പായം പഞ്ചായത്തിൽ CPM നേതാക്കന്മാർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചത് SDPIയുടെ പിന്തുണയോടുകൂടിയാണ്. നിങ്ങൾ അതൊന്നും പരിശോധിക്കണ്ടേ? ഈരാറ്റുപേട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ അടുത്ത് നടന്ന ലോക്കൽ സമ്മേളനങ്ങളിൽ പത്തനംതിട്ട നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് 2011 SDPIയുടെ കാൻഡിഡേറ്റ് ആയിട്ട് ആറന്മുളയിൽ മത്സരിച്ച ആളെ നിങ്ങൾ സഖാവായിട്ട് ചിത്രീകരിച്ച് ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയപ്പോൾ അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിൽ നിങ്ങൾക്ക് SDPIയുടെ നിലപാട് എന്താണ്? ഞാൻ അടുത്തെടുത്താം. ഷാബു, ഇവിടെ കെ. സുരേന്ദ്രൻ മാറണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച. പക്ഷേ ജിൻഡോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ BJP അവിടെ പറയാൻ ശ്രമിച്ചത് എന്താണ്? വഖഫ്, മുനമ്പത്തെ പ്രശ്നം, കൽപ്പാത്തിയിലും നൂറണിയിലും വഖഫ് ഭൂമിയുണ്ട്, അത് മൊത്തം പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന കള്ളം അവിടെ പറഞ്ഞു. എന്താണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ ഡിവൈസീവ് നറേറ്റീവ് തന്നെയല്ലേ അവിടെയും പറഞ്ഞത്. അത് പാലക്കാട്ടെ ജനം മുഖവർക്ക് എടുക്കുന്നില്ല എന്നാണെങ്കിലോ ആ കൊടിയ പരാജയത്തിൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ മുത്താന്തറയിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 152 വോട്ട് കിട്ടുന്നത് ഒരു ബൂത്തിൽ? ഹാഷ്മി, ഒരു തെരഞ്ഞെടുപ്പ്, അതും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ മൂർധന്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ കയ്യിൽ കിട്ടുന്ന, അവർക്ക് എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ആയുധങ്ങൾ എന്ത് തന്നെയായാലും ആ പാർട്ടിയുടെ നയവും ആ ആയുധങ്ങളും ഉപയോഗിക്കുക തന്നെ ചെയ്യും. അത് എത്രത്തോളം വിജയിക്കും, എത്രത്തോളം പരാജയപ്പെടും എന്നൊക്കെയുള്ളത് പിന്നത്തെ കാര്യമാണ്. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ CPM ആ ഇലക്ഷൻ്റെ തലേ ദിവസം ഈ പറഞ്ഞതുപോലെ സിറാജിലും പിന്നെ ഇതിലാണ് സുപ്രഭാതത്തിലും ഇട്ട പരസ്യം അതിനെ എത്ര നിഷ്കളങ്കമായിട്ടാണോ കാണാൻ കഴിയുക? അല്ല. അതേപോലെ തന്നെ ഈ ഇലക്ഷൻ പ്രചരണം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മൂർധന്യത്തിൽ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇവരുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല, അവർക്കൊട്ട് കഴിയുകയുമില്ല. അത് പണ്ടൊരു കോൺഗ്രസ്സുകാരൻ അങ്ങനെ പറഞ്ഞിരുന്നു. നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് ആ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ മൂർധന്യത്തിൽ പറഞ്ഞിരുന്നു, എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടി ജയിക്കണ്ട. അന്ന് SDPI ഇല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും വോട്ട് കിട്ടി എനിക്ക് ജയിക്കണ്ട എന്ന് പറയാൻ ആർജവമുള്ള
ഒരു നേതാവ്, അങ്ങനെയുള്ള ആൾക്കാർ, അരിയടൻ മുഹമ്മദിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനം കൂടിയാണ് കോൺഗ്രസ്. SDPയുടെ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് BJP സ്ഥാനാർത്ഥി പോലും ധൈര്യത്തോടെ പറയുമോ ഷാബു? അതെല്ലാവർക്കും കിട്ടുന്നാവില്ല ഒരു പക്ഷേ. ഒരു BJP സ്ഥാനാർത്ഥി പോലും ധൈര്യത്തോടെ പറയുമോ SDP വോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുമോ? ഞാനതല്ല പറഞ്ഞത് ഹാഷ്മി. അപ്പോൾ ഒരു ഇലക്ഷൻ പ്രചരണം എന്തിനാണ് വഖഫ് ഉപയോഗിച്ചത്, എന്തിനാണ് മുനമ്പ് ഉപയോഗിച്ചത്? SDPI വോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു BJP സ്ഥാനാർത്ഥിയെങ്കിലും പറയുമോ SDPI ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല എന്ന് ആർജവത്തോടെ പറയുമോ? അല്ല SDPI വോട്ട് അതായത് കിട്ടിയോ കിട്ടിയില്ലയോ, ആരൊക്കെ വോട്ട്, ഇത് രഹസ്യ ബാലറ്റ് അല്ലേ? ആരുടെ കിട്ടി, ആരുടെയൊക്കെയോ കിട്ടി. അല്ല, ഞാൻ പറഞ്ഞു SDPI വോട്ട് കിട്ടിയെന്ന് ഒരു സ്ഥാനാർത്ഥി എടുത്തു പറഞ്ഞാലോ, ഒരു ജയിച്ച സ്ഥാനാർത്ഥി എനിക്ക് SDPI വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് എടുത്തു പറഞ്ഞാലോ? BJPക്ക് എന്തായാലും SDPI വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഹാഷ്മിക്ക് സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അല്ല, സംശയമുണ്ട്. സംശയത്തിന് കാരണം ഞാൻ കേൾപ്പിക്കാം. കോൺഗ്രസിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു, CPM-ലെയും CPI-ലെയും. എന്തിന്? SDPI-ലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. 0 വോട്ടായിരുന്നിടത്ത് എനിക്ക് 6 വോട്ട് കിട്ടി. ആ 6 കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും. കോൺഗ്രസിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു, CPM-ലെയും CPI-ലെയും. എന്തിന്? SDPI-ലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. 0 വോട്ടായിരുന്നിടത്ത് എനിക്ക് 6 വോട്ട് കിട്ടി. അപ്പോൾ അല്ല, സംശയം എന്റെ സംശയമല്ല. അവിടെ സുരേഷ് ഗോപി പറഞ്ഞാണ് SDPI വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ കാര്യം അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് തൃശ്ശൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും SDPI അല്ലേ? ഞാൻ എന്റെ ഒരു ധാരണയാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ എന്റെ ഒരു ഒബ്സർവേഷനാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് നല്ല ബോധ്യമുണ്ട് SDPI വോട്ട് കിട്ടിയിട്ടുള്ള കാര്യം. ഏതോ 6 വീട്ടുകാർക്ക് പ്രശ്നമില്ല. അതിപ്പോ എനിക്കിപ്പോ എന്റെ ഒരു ഒബ്സർവേഷനും എന്റെ ഒരു ധാരണയും എന്റെ ഒരു കൺവിക്ഷനും അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഹാഷ്മി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ ഒരു പ്രസ്ഥാനം ഒരു ഇലക്ഷൻ്റെ സമയത്ത് അവരുടെ പാർട്ടിക്ക് കിട്ടിയ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അവരുടെ പരമാവധി ശക്തിയിൽ ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്നതിനെ അത് ചിലപ്പോൾ അത് സക്സസ് ആയില്ലെന്ന് വരും, ചിലപ്പോൾ സക്സസ് ആയെന്ന് വരും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ ഇലക്ഷൻ പ്രചരണവും ഇലക്ഷനും എല്ലാം നടന്നിട്ടുള്ളത്, എന്നും നടന്നിട്ടുള്ളത്. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ ഇവിടെ വർഗീയ ഫാസിസ്റ്റുകളാണ്, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവനും ഒന്നായിട്ട് ഇവിടുന്ന് നാട് കടത്തി CAA വഴി പിടിച്ചു കെട്ടി നാട് കടത്തി അതിർത്തി കടത്താൻ പോകുന്നവരാണ് എന്നല്ലേ ഇവർ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോഴും നടത്തുന്നത് അല്ലേ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ശരി, എന്തായാലും നടന്നില്ലെങ്കിലും അത് പാലക്കാട് വർക്കൗട്ട് ആവില്ല എന്നതിന്റെ ബെസ്റ്റ് ഉദാഹരണം കൂടിയാണ് ഇലക്ഷൻ റിസൾട്ട്. ഞാൻ തിരികെ ശ്രീ നിതിൻ കണിച്ചേരി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ പൊളിറ്റിക്കൽ നാരേറ്റീവ് മാറുന്നുണ്ട്. അടവ് നയം എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിന് ഉള്ള അവകാശം ആ പാർട്ടിക്ക് ഉണ്ട് താനും. അത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സും രാഷ്ട്രീയ ശരി എന്നൊക്കെ ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും പക്ഷേ ആ നറേറ്റീവ് ഡെവലപ്പിനുള്ള അവകാശം CPM-നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ചക്കാന്തര മേഖലയിൽ, പിരായിരിയിൽ, വെസ്റ്റിൽ ഒക്കെ ഒരേപോലെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ടിൽ ലീഡ് കിട്ടുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ മതാതീതമായ ഒരു പൊളിറ്റിക്കൽ കൺവെൻഷനിൽ വോട്ട് ചെയ്തതാണ് പാലക്കാട്ടുകാർ എന്നതിന് ഉദാത്തമായ ഉദാഹരണമല്ലേ? അതിനെ പ്യുവർ കമ്മ്യൂണൽ വോട്ട് എന്ന് വിളിച്ച് അവഹേളിക്കുന്നത് പാലക്കാട്ടുകാരെ അധിക്ഷേപിക്കലല്ലേ നിതിൻ? നോക്ക്, അങ്ങനെയല്ല ഹാഷ്മി. ഞാൻ പറഞ്ഞതും നിങ്ങളതിനെ വിലയിരുത്തേണ്ടതും ആ രീതിയിലല്ല. ഞാനിവിടെ പറഞ്ഞത് പാലക്കാട് ജനങ്ങൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഈ ശ്രീധരൻ മെട്രോമാൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായൊരു മനുഷ്യൻ, അദ്ദേഹം പരാജയപ്പെട്ടതിന് ഏക കാരണം എന്താ? അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. വേറെ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹം നിന്നിരുന്നെങ്കിലും ജയിക്കുമായിരുന്നു. എന്താ തോൽക്കാനുള്ള കാരണം? BJPയുടെ RSSന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. സ്വാഭാവികമായും അത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്ത നാടാണ് പാലക്കാട്. ആ പാലക്കാട് മതനിരപേക്ഷതയ്ക്ക് ആഴത്തിൽ വേരോട്ടമുള്ളൊരു മണ്ണാണ്. പക്ഷേ ആ മണ്ണിനകത്ത് ഇത്തരത്തിൽ ഒരു മതത്തിൻ്റെ പേരിൽ ധ്രുവീകരണം നടത്താൻ ബോധപൂർവമായൊരു ശ്രമം ഏറെക്കാലമായി നടന്നു വരുന്നു. ആ നടന്നു വരുന്നതിന്റെ ഒരു ഘട്ടത്തിലാണ് നഗരസഭയിൽ BJPക്ക് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിനുള്ള തെളിവെന്താണ്? അല്ല, അതാണല്ലോ ഈ പാലക്കാട് കുറെ കാലമായി RSSും ഇപ്പുറത്തെ SDPIയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കൊലപാതകം, അതുൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ നോക്കുമ്പോൾ ഹാഷ്മി തന്നെ ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ നേരിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, SDPIയുടെ വോട്ട് വേണോ വേണ്ടയോ? നിങ്ങൾ ഈ പറയുന്ന പോലെ 500, 600, 1000 എത്രയോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല, അത് ചോദിക്കുമ്പോൾ ഇത്ര വോട്ട് വേണോ എന്നുള്ള ഇപ്പം വ്യക്തിപരമായ ആർക്കും വോട്ട് ചെയ്യാം. രാഷ്ട്രീയമായ നിലപാടാണ് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്.
ആ നിലപാട് പ്രഖ്യാപനത്തിന് പാലക്കാട്ടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച വടകരയുടെ MP-ക്കും ഇപ്പോഴത്തെ പാലക്കാട്ടെ MP-ക്കും സാധിച്ചിരുന്നില്ല. ഒരു ഘട്ടത്തിലും ശ്രീ ജിൻഡോ ജോണിനെ പോലെയും അബിൻ വർക്കിയെ പോലെയൊക്കെയുള്ള ചില ആളുകൾ രാഷ്ട്രീയ സംവാദ പരിപാടികളിലും ചർച്ചകളിലും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിലും SDPIയുടെ സഹകരണമോ സഹായമോ വോട്ടോ വേണ്ട എന്ന് പറയാൻ നിതിൻ കണിച്ചേരി ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുന്ന ഒരാൾ തള്ളിക്കളയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ മിനിറ്റ്, ഞാൻ പൂർത്തിയായിക്കോട്ടെ, ഞാൻ പൂർത്തിയാക്കിയിട്ട് അവസാനിപ്പിച്ചോളൂ. താങ്കൾ പറഞ്ഞോളൂ, പൂർത്തിയാക്കിയിട്ട് താങ്കൾ പറഞ്ഞോളൂ. ഒറ്റ കാര്യം, അപ്പോ വേണ്ട എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയാത്തതിന് കാരണം എന്താ? ഒരു രഹസ്യമായ ബന്ധം അവർ രൂപപ്പെടുത്തിയിരുന്നു. ആ രൂപപ്പെടുത്തിയതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പറക്കുന്നത്തെ ഹനഫി ജുമാ മസ്ജിദിന്റെ മുമ്പിൽ ഈ നോട്ടീസ്, അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയത് കൊണ്ട് ആ മസ്ജിദിൽ ജുമായ്ക്ക് വന്ന ആളുകൾ മുഴുവൻ വോട്ട് ചെയ്യുന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആ നോട്ടീസ് വലിച്ചു കീറിയവരാണ് അവരെ വന്ന 99% ആളുകളും. പക്ഷേ അങ്ങനെ ഒരു നോട്ടീസ് വിതരണം ചെയ്യാൻ വന്ന ആളുകൾക്കൊപ്പം സ്ഥാനാർത്ഥി തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രം പാലക്കാടുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയിരുന്ന് കൈകൂപ്പി വോട്ടഭ്യർത്ഥിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം പാലക്കാട്ടെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്. ഓരോ ചിത്രങ്ങൾ നമ്മൾ വിലയിരുത്താൻ തുടങ്ങിയാൽ ശ്രീ നിതിൻ കണിച്ചേരി, എൻ്റെ ചോദ്യം, ഇപ്പോൾ ഇലക്ഷൻ ഫണ്ടിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇന്ന ആളുടെ വോട്ട് വേണ്ട, ആ വോട്ടേ വേണ്ട എന്ന് പറഞ്ഞ എത്ര ചരിത്രം നമുക്കുണ്ട്? നിതിൻ, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് ഇത്രത്തോളം വലിയ ശത്രുക്കളായത് എപ്പോൾ മുതലാണ്? നിങ്ങൾക്ക് പിന്തുണ പിൻവലിച്ച് എന്താണ് കോൺഗ്രസിന് കൊടുത്തപ്പോഴാണല്ലോ ജമാഅത്തെ ഇസ്ലാമി കൊടിയ വർഗീയവാദികളായത്. അതിനു മുമ്പ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, നിങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന റിവൈവലിസ്റ്റ് ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സംഘടനയുടെ അമീറുമായി മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നേരിൽ കണ്ടിട്ടില്ലേ? കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ അമീറും നേരത്തെ അമീറുമായി കൂടിക്കാഴ്ച നടത്തി കണ്ടിട്ടില്ലേ? ഇവിടെ അവരുടെ വോട്ട് നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? വോട്ട് വാങ്ങിയവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു പറഞ്ഞിട്ടില്ലേ വാർത്താ സമ്മേളനത്തിൽ? വോട്ട് വാങ്ങിയവരെ പാലളി മുഹമ്മദ് കുട്ടി ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ? പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ? അവർക്ക് എന്താണ് ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരസ്മരണ എന്ന മട്ടിൽ ദേശാഭിമാനിയിൽ മുഖപത്രം എഴുതിയിട്ടില്ലേ? എത്ര തെളിവുകളുണ്ടെന്നേ. ഇപ്പോൾ അത് അവർ ഈ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന കാലത്താണ്. PDP നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന കാലത്ത് ഭീകരവാദികളല്ല. നാളെ PDP കോൺഗ്രസിന് പിന്തുണ കൊടുത്തു നോക്കട്ടെ, അവർ ഭീകരവാദികളാകും. അത് ചിലപ്പോൾ കോൺഗ്രസും പറയും. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി നാളെ കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിച്ച് നിങ്ങൾക്ക് പിന്തുണ നൽകിയാൽ ഒരുപക്ഷെ അവരും പറയും. ആര്യാടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അവർ തീവ്രവാദികളാണെന്ന്. അന്ന് കോടിയേരി സഭയിൽ പറഞ്ഞ എന്താണെന്ന് അറിയോ നിതിൻ കണിച്ചേരി? ആര്യാടൻ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളാണെന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ്. എന്തുകൊണ്ടാണ് കാര്യം? അത് ആര്യാടൻ്റെ മൃദു ഹിന്ദുത്വമാണ്. BJP വോട്ട് വാങ്ങാനുള്ള അടവാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളാണെന്ന് ആര്യാടൻ പറഞ്ഞ ആരാ? കോടിയേരി ബാലകൃഷ്ണൻ. സഭാരേഖ ഞാൻ അയച്ചുതരാം. അഷ്മി, ഇന്നലെ മുതൽ നമ്മൾ ഈ നെറേറ്റീവ് ഇവിടെ കേൾക്കുന്നതാണല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നതിനെ രാഷ്ട്രീയ ചർച്ച നടത്തി പിന്തുണ ആവശ്യപ്പെട്ടു എന്ന നിലയിൽ ഇന്നലെ പ്രചരിപ്പിക്കുന്നുണ്ട്. പോട്ടെ, ഞാൻ അതിലേക്ക് പോവുകയല്ല. ഇപ്പൊ നമ്മുടെ പാലക്കാട്ടെ ഒരു സവിശേഷ സാഹചര്യത്തിലാണ് ആഷ്മി അതൊന്നും അത് പോട്ടെ, ആരായിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിലേക്ക് പോകില്ല. പാലക്കാട്ടെ SDPIയുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന ചോദ്യം ഉയരുന്നതിന് ഒരു സവിശേഷമായ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ സാഹചര്യം എന്താ? പാലക്കാട്ട് ഒരു കുരുതിക്കളമാക്കുന്നതിന് വേണ്ടി സഞ്ജിത്തിന്റെ കൊലപാതകം, ആ സഞ്ജിത്തിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സുബൈറിന്റെ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന സുബൈറിന്റെ കൊലപാതകം, ആ കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഒരാളെ എന്താ പറയുക, ഒരു തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ഒരു ഭീകരവാദ പ്രസ്ഥാനം നടത്തുന്ന മോഡസ് ഓപ്പറേഷനിലൂടെ നടത്തിയിട്ടുള്ള SDPIയുടെ കൊലപാതകം, ഇതെല്ലാം പാലക്കാട്ട് ജനം ഈ 3 വർഷത്തിനിടയിലാണ് കണ്ടത്. സ്വാഭാവികമായും അങ്ങനൊരു ചോദ്യം പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉയരുന്നത് ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യത്തിലാണ്. ഒരു ഘട്ടത്തിലും അത് വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ നറേറ്റീവ് പോലെ SDPI സഹായത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതെങ്കിൽ എങ്ങനെയാണെന്ന് ഈ പറയുന്ന സാമുദായിക ഭേദമന്യേ എല്ലാ മേഖലകളിലും UDF ലീഡ് കിട്ടുന്നത് എങ്ങനെയാണ്? ഇനി നിങ്ങൾ ഇപ്പോൾ MP ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ജമാഅത്തിന്റെയും SDPIയുടെയും സഹായത്തിലാണ് രാഹുൽ ജയിച്ചതെങ്കിൽ എങ്ങനെയാണ് സാമുദായിക സെഗ്മെന്റ് ഭേദമന്യേ UDF ലീഡ് കിട്ടുന്നത് എങ്ങനെയാണ് BJPയുടെ കോട്ടകളിൽ UDF ലീഡ് കിട്ടുന്നത് എങ്ങനെയാണ്? സാറേ, ഇത് പൊളിറ്റിക്കൽ കൺവെൻഷനിൽ പാലക്കാട്ട് വോട്ട് ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്കും ചെയ്യും മറ്റൊരു ഘട്ടത്തിൽ. അതിനെ കമ്മ്യൂണലായി അധിക്ഷേപിക്കല്ലേ? അതാ വോട്ടർമാരെ അധിക്ഷേപിക്കലാണ്. ഞാനത് പറഞ്ഞോട്ടെ, യഥാർത്ഥത്തിൽ രാഹുലിനെ അധിക്ഷേപിക്കലല്ല, UDFനെ അധിക്ഷേപിക്കലല്ല, അതാ വോട്ടർമാരെ അധിക്ഷേപിക്കലാണ്. അല്ല, അത് ആഷ്മിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ആഷ്മിയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇടപെടണ്ട. ഞാൻ പറഞ്ഞ എന്താ? പാലക്കാട് വോട്ടർമാർ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്.
ഒരു പള്ളിയിൽ കയറി നോട്ടീസ് കൊടുത്താൽ വോട്ട് ചെയ്യുന്നവരല്ല, ആ നോട്ടീസ് വലിച്ചു കീറിയവരാണ് 99% എന്ന് ഞാൻ പറഞ്ഞു. ഈ RSS പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരല്ല പാലക്കാട്ടെ ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ മതവിശ്വാസികൾ എന്ന് ഞാൻ പറഞ്ഞു. താങ്കളാണ് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നത്. എന്റെ നിലപാട് എന്തായിരുന്നു? കോൺഗ്രസ് എന്തുകൊണ്ട് SDPIയുടെ സഹായം വേണ്ട എന്ന് തുറന്നു പറയാൻ തയ്യാറായില്ല. കോൺഗ്രസ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ SDPI പാലക്കാട് നഗരത്തിൽ ഇന്ന് വരെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ SDPI ആ പ്രകടനം നടത്തിയത്? പിന്നെ ഇവിടെ BJP ചർച്ചയിലാരും പ്രതിനിധികളില്ല. പക്ഷേ 4 വോട്ടിന് വേണ്ടിയും ഒരു MLA സീറ്റിന് വേണ്ടിയും ആരുമായും കൂട്ടുകൂടാമെന്ന് കോൺഗ്രസും BJPയും തെളിയിച്ചിട്ടുള്ളവരാ. അതുകൊണ്ടാണല്ലോ ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി ആണല്ലോ യൂസഫ് തരിഗാമിക്കെതിരെ CPIMന്റെ സ്ഥാനാർത്ഥിക്കെതിരായി നിർത്തിയതാരാ? ജമാഅത്തെ ഇസ്ലാമി. പിന്തുണ കൊടുത്തതാരാ? BJP. അപ്പോ 4 വോട്ട് പോയ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ 4 വോട്ട് വാങ്ങിയത് തെറ്റായി പോയെന്ന് CPM പറയും. തയ്യാറായവരാണ്. പോയ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ 4 വോട്ട് കിട്ടി പല തെരഞ്ഞെടുപ്പുകളിൽ പരസ്യ പിന്തുണ തെറ്റാണെന്ന് പറയുമോ? അല്ല, നോക്കൂ, വർഗീയ തീർച്ചയായും തെറ്റായിപ്പോയി, പഴയ നിലപാട് തെറ്റായിപ്പോയി വന്ന എന്താണോ RSS പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മുൻകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ CPM നടപടി തെറ്റാണ് എന്ന് പറയുന്നത് നിതിൻ കണിച്ചേരി. കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയോ മതരാഷ്ട്രവാദം നടത്തുന്ന ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നിലപാടാണ്. അങ്ങോട്ട് വോട്ട് വരികയാണല്ലോ നിതിൻ. അപ്പൊ പോയ കാലത്ത് നിങ്ങൾക്ക് നിതിൻ പോയ കാലത്ത് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് തന്ന പിന്തുണയും ആ പിന്തുണ സ്വീകരിച്ച നിങ്ങളുടെ നടപടിയും ആ മുഖപ്രസംഗം ഒക്കെ മുൻകാല പ്രാബല്യത്തിൽ തെറ്റിപ്പോയി എന്ന് പറയുകയാണോ നിതിൻ? അങ്ങനെയാണല്ലോ വലിയ രാഷ്ട്രീയ ഡെവലപ്മെന്റ് ആണ്. ബ്രേക്ക് കൊടുക്കേണ്ട വാർത്തയാണ്. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, എന്താണോ RSSന്റെ മതരാഷ്ട്രവാദം, ആ മതരാഷ്ട്രവാദത്തിൽ മതത്തിന്റെ പേര് മാത്രം തെറ്റായ രൂപത്തിൽ പറയുന്ന ആ മതരാഷ്ട്രവാദം അതേപോലെ RSS പറയുന്ന അതേപോലെ നിലപാടെടുക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയും. ഈ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഉള്ളത്. നിരോധിക്കപ്പെട്ട അങ്ങനെയാണെങ്കിൽ അവർ ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അവർ ഞങ്ങളെ സഹായിച്ചു എന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് പിണറായി വിജയനാണ്. അവരുടെ വോട്ട് വേണ്ടെന്ന മണ്ടത്തരം ഞങ്ങൾ പറയില്ല എന്ന് പറയുന്നത് പാലോളി മുഹമ്മദ് കുട്ടിയാണ്. സഭയിൽ തീവ്രവാദികൾ ആര്യാടൻ അധിക്ഷേപിച്ച് ആര്യാടൻ പറയുമ്പോഴേക്കും കൊടിയേരി തിരുത്തുകയാണ്. എന്താ കൊടിയേരി തിരുത്തുന്നത്? കൊടിയേരി പറയുന്നത് അങ്ങനെ പറയുന്നത് മൃദുഹിന്ദുത്വത്തിന്റെ ഭാഗമായി BJPയുടെ വോട്ട് പിടിക്കാൻ അടവാണെന്ന് പറയുകയാണ്. നമുക്ക് പോകാം ആ ചർച്ചയിലേക്ക്. സ്വാതന്ത്ര്യാനന്തര നിങ്ങളിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്, പൂർണ്ണമായി അകറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പൂർവ്വകാല ഈ നിലപാട് മുഴുവൻ നിങ്ങൾ തള്ളിപ്പറയേണ്ടി വരും. നിങ്ങൾ പരസ്യമായി തള്ളിപ്പറയേണ്ടി വരും. എന്നിട്ട് ഇത് പറഞ്ഞാൽ ഓക്കെ ഡൺ. അതല്ലാതെ ആ ചരിത്രം അങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഇരട്ടത്താമെന്ന് വിചാരിക്കില്ലേ? ഏത് കാലത്തും നോക്കൂ, ഏത് കാലത്തും ഞങ്ങൾക്ക് നിലപാടിൽ ഒരാശയക്കുഴപ്പത്തിന്റെയും പ്രശ്നം ഞങ്ങൾക്കില്ല. ഇന്ന് ഇന്ത്യ രാജ്യത്തിനകത്ത് RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം അപകടകരമായി മതരാഷ്ട്രവാദത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിനെതിരായി ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ശക്തിയുക്തം എതിർത്തിരുന്ന കോൺഗ്രസിനോട് ഒപ്പം പോലും അല്ലെങ്കിൽ ആ കോൺഗ്രസിനെ പോലും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ എടുക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ആ മതനിരപേക്ഷതയിൽ നിന്ന് മാറിയത് കൊണ്ടാണ് അല്ലെങ്കിൽ മാറുന്നത് കൊണ്ടാണ് ഇപ്പൊ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ നിലയിലേക്കായത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയണം. പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഉന്മാദാവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകരുത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി CPMന് നൽകിയ പരസ്യ പിന്തുണകളും അതിന് പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗവും അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപ്രസംഗങ്ങൾ അവർ പലയാവർത്തി എഴുതിയ മുഖപ്രസംഗങ്ങളും അതിൻ്റെ തെളിവുകളും CPM നേതാക്കൾ തന്നെ വോട്ട് വാങ്ങിയ കാര്യവും സഹായം കിട്ടിയ കാര്യവും ഒക്കെ പരസ്യമായി പറയുന്ന ഓഡിയോ ക്ലിപ്പുകളൊക്കെ പിണറായി വിജയൻ തന്നെ പറയുന്ന ഓഡിയോ ക്ലിപ്പുകളൊക്കെ കിടക്കുമ്പോൾ അത് പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്നതാണ് ശരി, രാഷ്ട്രീയ ശരിയും തോന്നുന്നു. തിരികെ നമ്മുടെ വളരെ ശേഷം ശ്രീ ജിൻഡോ, ആ കൺഫ്യൂഷൻ മുതലെടുക്കുന്ന SDPI എന്നൊരു വാർത്താസമ്മേളനം നടത്തിയാനോട്ടോ 10,000 വോട്ട് UDFന് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. 10,000 വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പഞ്ചായത്ത് അംഗം ഉണ്ടാവില്ലേ, അല്ലെ ഒരു കോർപ്പറേഷൻ കൗൺസിലർ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞാൽ 1000 താഴെ വോട്ടുള്ളവർ ഇനി അവകാശവാദം ഉന്നയിക്കും. നിങ്ങളുടെ മറുപടി ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് ഉണ്ടായിട്ടില്ലെങ്കിൽ ജിൻഡോ?
അല്ല ഹാഷ്മി, ഞങ്ങളുടെ മറുപടി ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു. പിന്നെ ഇവരെ ഒന്നും തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ കേരളത്തിലെ CPM നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ലെന്നേ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചു, തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, ഞങ്ങൾ ജയിച്ചു. അവിടെ BJPക്ക് വലിയ രീതിയിലുള്ള വോട്ട് നഷ്ടമുണ്ടായി. അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കിട്ടുന്നു. ഇവർ പറയുന്ന SDPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ടാണെങ്കിൽ BJPക്കാരെങ്ങനെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക? RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും UDF സ്ഥാനാർത്ഥിക്ക് എങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കുക? ഇനി ഒരു ഒറ്റ ചോദ്യം, സാങ്കേതികമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. LDFന്റെ സ്ഥാനാർത്ഥിക്ക് 800 വോട്ട് കൂടിയെന്ന് അവർ പറയാം. ഈ നിയമസഭാ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം LDF CPM അവിടെ വോട്ടൊന്നും പുതിയതായിട്ട് ചേർത്തിട്ടില്ലേ? നിങ്ങൾ പുതിയതായിട്ട് ചേർത്തിട്ടുള്ള വോട്ടുകളിൽ എത്ര വോട്ട് നിങ്ങൾക്ക് കിട്ടി? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അവിടെ വോട്ട് ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പുതുതായിട്ട് ചേർത്ത വോട്ട്, അതായത് CPMകാരെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ ആളുകൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തു എന്നുള്ള രാഷ്ട്രീയ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതെ, വിലക്കയറ്റം നിയന്ത്രിക്കാതെ, അല്ലെങ്കിൽ മറ്റ് നിത്യനിദാനമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, ഒരു വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും പുറകെ നടക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റായിരുന്നോ? 8 വർഷക്കാലത്ത് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മുമ്പിൽ വെച്ചിട്ടുള്ള വോട്ട് ചോദിക്കാൻ അതിന്റെ ഒന്നും പുറകെ പോവാതെ നിങ്ങൾ ഈ നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകൾ നീലപ്പെട്ടി തെരഞ്ഞുകൊണ്ട് ആ KPM ഹോട്ടലിൽ നേരം മറുപടി 17,000 വോട്ട് അഡീഷണൽ വന്നിട്ടുണ്ട്. അതിൽ CPM പങ്കുണ്ടോ? CPM പങ്കെത്ര വോട്ടിൽ? അല്ല, എന്തായാലും നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിലുണ്ടായ BJP ചർച്ചയിൽ നിന്ന് പതിയെ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് ചർച്ചയുടെ ഒരു പോക്ക്. പോട്ടെ, അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ജിൻഡോ ജോൺ ഇപ്പോഴും പറയുന്നത് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ വിജയത്തിൽ കോൺഗ്രസിന് എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാനാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. 2017 ഷാഫിക്ക് കിട്ടിയ വോട്ടേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി പുറകിലേക്ക് പോയിരുന്നൊരു മണ്ഡലമായിരുന്നു പാലക്കാട് മണ്ഡലം. ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ശക്തമായി 1000-ഓളം വോട്ട് നേടാനായി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറയുന്നത് ജിൻഡോ ജോൺ മനസ്സിലാക്കേണ്ട, അല്ല ജിൻഡോ പറയേണ്ട ഒറ്റ കാര്യം, ജിൻഡോ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞ ഒരു ഭരണവിരുദ്ധ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. അവിടെ ഒരുപാട് കമ്മ്യൂണൽ വിഷയങ്ങൾ വന്ന പാലക്കാട് പ്രചരണ ദിവസം പോകുമ്പോൾ അവിടെ നമ്മൾ രാവിലെ ഒരു വാക്കിനിറങ്ങിയപ്പോൾ കണ്ട മനോഹരമായ ഒരുപാട് പ്രേക്ഷകർ കണ്ടുണ്ടാവണം. ആ കാഴ്ച ഒരിക്കൽ കൂടി ഒന്ന് പ്ലേ ആവും. നമസ്കാരം. മക്കളെ TV കാണുന്നതിനോട് നല്ല ലുക്കായിട്ട് കാണാൻ കട്ട ലുക്കല്ലേ? ആ, നല്ല ഹൈറ്റും വെയിറ്റും. അൽഹംദുലില്ലാ. കുറച്ച് വെയിറ്റ് കുറയ്ക്കണോ? ഇല്ല, വേണ്ട, ഇതാണ് ഇതാ ലുക്ക്. ഷാരൂഖ് ഖാനമായിരിക്കും. രാവിലെ ഇറങ്ങി മക്കളെ. അല്ല, എല്ലാരും ബന്ധുവാണ് മനെ, ഒരേ ബ്ലഡാണ് എല്ലാവർക്കും. ഇവിടെ ജാതിയോ മതമൊന്നും ഇല്ല മക്കളെ. ഇവിടെ എനിക്കൊരു 500 ഫ്രണ്ട്സ് ഉണ്ടാവും ഇവിടെ. രാവിലെ എത്ര സമയം നടക്കും? രാവിലെ ഇവിടെ 5 കിലോമീറ്റർ നടക്കും. കൽമട്ടത്ത് സൈക്കിളിൽ വരും. എന്നിട്ട് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് എണ്ണപ്പത്തിരിയൊക്കെ വാങ്ങി കുറച്ച് മട്ടനൊക്കെ വാങ്ങിയിട്ട്, മട്ടനിലാണ് നമ്മുടെ ജീവിതം പോണത്. ഉച്ചയ്ക്ക് മട്ടൻ മസ്റ്റ്. അപ്പൊ ഹാപ്പി ആയിരിക്കുക കുട്ടികൾ. ഞാൻ എല്ലാവരും മക്കളെ അതാ പറയാനുള്ള കേട്ടോ. തന്നെ കുനിഷ്ടും പോരൊന്നും വേണ്ട, ചെറിയ ജീവിതമാണ്. അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. ശരി മക്കളെ, ശരി. അതെന്തായാലും ആ വല്യപ്പയുടെ മാത്രം മനസ്സല്ല, അത് എൻ്റെ ഉത്തമ ബോധ്യത്തിൽ പറയുന്നത് അത് പാലക്കാടിൻ്റെ മനസ്സും മനസാക്ഷിയുമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പിൻ്റെ നറേറ്റീവുകൾ ആരിറക്കിയാലും അത് ഓടാൻ പോകുന്നില്ല. ആ പരിപ്പ് പാലക്കാട് വേവില്ല. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ടൈം വിത്ത് കാണാം. ഗുഡ് ബൈ.